ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ജീപ്പ് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് കുടജാദ്രിയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള കാലഭൈരവ ക്ഷേത്രമാണ്. ഇത് മൂകാസുരനെ വധിച്ച ദേവിയുടെ തൃശൂലം അവിടെയാണ് കുത്തിവെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ നാഗക്കുളമാണ് കാണുന്നത്. കുടജാദ്രിയിൽ മുകളിലോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള സ്ഥലമാണിത്. അതിൻ്റെ മുന്നിലുള്ളതാണ് ക്ഷേത്രം. അവിടെ 2 ക്ഷേത്രമുണ്ട്. അത് താണ്ടിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ആദ്യത്തെ വഴികളൊന്നും നമുക്ക് കുഴപ്പമില്ലാത്ത വഴികളാണ്. പിന്നെയാണ് വഴികളിലെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. കാലാവസ്ഥ ഒരു രക്ഷയില്ല. ഇപ്പോഴൊക്കെ നമുക്ക് കോടയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറി മുകളിലോട്ട് പോകുന്നവരാണ് കോടമഞ്ഞൊക്കെ ഉള്ളത്. അപ്പോൾ എന്ത് സുന്ദരമാണ് നമ്മളെ പ്രകൃതി. അവിടെ പോയപ്പോഴാണ് പ്രകൃതിക്ക് ഇത്രയ്ക്കും ഭംഗിയുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ അടുത്തുള്ള തൊട്ടടുത്ത് 2ാമത്തെ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതിന് ശേഷം കേട്ടോ മുകളിലോട്ട് പോകണേ. ഇതാണ് നമ്മൾ മുകളിലോട്ട് പോണ വഴി കേട്ടോ. ഇങ്ങനത്തെ വഴികളിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോണത്. താഴത്ത് അട്ടകളൊക്കെ ഉണ്ട്. ഞങ്ങളപ്പോൾ കൂടെ വന്നവരെ കുറേ പേരിനെ അട്ട കടിച്ചിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ താഴത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി ചെല്ലണം. സഹ്യ പർവ്വതനിരകളിലെ 1343 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി കേട്ടോ. കുടജാദ്രിയുടെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക സംസ്ഥാനത്തിലെ 13ാമത്തെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് നമ്മുടെ കുടജാദ്രി എന്ന് അവിടുന്ന് അറിഞ്ഞു ഞങ്ങൾ. അപ്പോൾ അങ്ങോട്ട് നടക്കും തോറും ഇതാ കോടമഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കോടമഞ്ഞിൽ കൂടെ നടക്കാൻ കേട്ടോ. നമ്മൾ തൊപ്പിയൊന്നും ഞാൻ കരുതിയിട്ടുണ്ടായില്ല. മോനൊരു തൊപ്പിയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ പിള്ളേരിനൊക്കെ പോകുമ്പോൾ അവർക്ക് തണുപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ സ്വെറ്ററും പിന്നെ തൊപ്പിയൊക്കെ ക്യാപ്പൊക്കെ അത്യാവശ്യം കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നു, തൊപ്പിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ തലയിലൊക്കെ അങ്ങനെ മഞ്ഞ് വീണിട്ട് നമ്മൾ വെള്ള കളറായിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കയറി ചെല്ലുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ചെറിയ കിതപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് മാറി. പിന്നെ ഉണ്ണീനെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ അച്ഛനും ബാലപ്പാപ്പനും വിഷ്ണുവേട്ടനും രാഹുലും അങ്ങനെയൊക്കെ അവരൊക്കെയായിരുന്നു ഉണ്ണീനെടുത്ത് കയറ്റിയിരുന്നത് കേട്ടോ. അവന് പിന്നെ നടക്കണം എന്നൊക്കെ. ഞങ്ങൾ ചെരുപ്പൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സഞ്ചാരികൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, പ്രകൃതി ഇത്രയും സുന്ദരിയായിട്ട് നിൽക്കുന്ന സ്ഥലം, ആകാശവും ഭൂമിയും ഒക്കെ ഒരേ നിരപ്പിൽ കാണുന്നത്. നമ്മൾ തൊട്ടടുത്ത് കൊക്കയാണ്, പക്ഷേ ആകാശം ഏതാണ് ഭൂമി ഏതാണെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് സുന്ദരമായിട്ടാണ് അവിടെ കാഴ്ചകൾ നമുക്ക് കാണാനുള്ളത്. നല്ല തണുപ്പ്, എന്നാൽ കൂടുതൽ തണുപ്പ് നമുക്ക് നല്ല തണുത്ത് വിറക്കുക അങ്ങനെയൊന്നുമില്ല. ലൈറ്റായിട്ടുള്ള തണുപ്പ്. പക്ഷെ നമ്മൾ കയറും തോറും നമുക്ക് കിതപ്പൊക്കെ വരുന്നുണ്ട്. കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഈ സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ സ്ഥലം കേട്ടോ നമ്മുടെ കുടജാദ്രി. അവർ കുറേ ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം പൊട്ടാത്ത ചെരുപ്പൊക്കെ ഇടുക. കുറേ പേരുടെ ചെരുപ്പുകൾ പൊട്ടിക്കിടക്കുന്നത് കാണാറുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് പരമാവധി കൊണ്ടുപോകാതെ ശ്രമിക്കുക. കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരും വേണം. നമ്മൾ വണ്ടിയിൽ അവിടെ ചെക്കിങ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ അതവർ ചോദിക്കുന്നുണ്ട്. പിന്നെ എത്ര പേരുണ്ട്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ കണക്കവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നിട്ട് എഴുതുന്നുണ്ട്. ഇത്ര പേര് ഇന്ന വണ്ടിയിൽ ഇത്ര പേരുണ്ട്. തിരിച്ച് വരുമ്പോഴും എല്ലാവരും ഇല്ലേ നോക്കുന്നുണ്ട്. നമ്മളെ കവറിൽ എന്തൊക്കെയുണ്ടെന്ന് അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാട്ടോ. എന്താ വെച്ചാൽ പ്രകൃതിയെ നാശാക്കാണ്ട് അവർ അത് സംരക്ഷിക്കുന്നത് അവരുടെ കഴിവ് തന്നെയാണ്. ഒരു വേസ്റ്റ്, ഒരു കുപ്പിയുടെ ബോട്ടിലോ അല്ലാണ്ട് പ്ലാസ്റ്റിക് കവറോ അവിടെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും കൊണ്ടുപോകുന്നത് അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവിടെ ആ ഭാഗത്ത് ഒരു കട പോലും ഇല്ല, താഴത്തൊരു കട പോലും ഇല്ല.
നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മുകളിൽ പോയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോണോടത്ത് കുടിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് താഴത്തുനിന്ന് മേടിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മളവിടെ ഡ്രൈവർ ചോദിച്ചിരുന്നു എന്തെങ്കിലും വെള്ളം മേടിക്കണമെങ്കിൽ ഇവിടുന്ന് മേടിക്കേണ്ടി വരും. അവിടുന്ന് ഈ സ്ഥലത്ത് നിന്നും കുറേ പോയിട്ടാണ് അവിടേക്ക് നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് വെള്ളം മേടിക്കാറ്. പിന്നെ കണ്ടില്ലേ, തലയിലൊക്കെ നിറച്ചും മഞ്ഞത്തുള്ളികളാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് സ്ഥലങ്ങൾ. അപ്പോൾ സൂപ്പർ സ്ഥലങ്ങളാട്ടോ. ഒന്നും പറയാനില്ല, കൂടുതലായിട്ട് വർണ്ണിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കണ്ടു, ഒരു അത്ഭുത ലോകത്തായിരുന്നു. നമ്മൾ ഇതൊക്കെ കണ്ട് നല്ല ഊട്ടിയോ കൊടൈക്കനാലോ ഒക്കെ പോകുമ്പോൾ, പക്ഷെ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് കാണുമ്പോൾ നല്ല സന്തോഷവും മനസ്സിന് കുളിർമയൊക്കെ തോന്നുന്ന സ്ഥലങ്ങൾ. ദൈവം സഹായിച്ചിട്ട് മഴയൊന്നും ചാറിയിട്ടില്ല. മഴയോ അങ്ങനെ ഒന്നുമില്ല, മഞ്ഞ് മാത്രം. മഴ ഞങ്ങൾ കുട പോലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞ് നനയാന്നല്ലാണ്ട് വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. മഞ്ഞ് പറയുമ്പോൾ നല്ല അടിപൊളി മഞ്ഞായിരുന്നു. നമ്മളെ സൈഡിൽ കൊക്കയാട്ടോ. അപ്പോൾ നമുക്ക് ആകാശവും ഭൂമിയും തമ്മിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ചില സ്ഥലത്തൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ വേറൊരു അനുഭവം തന്നെയാണ്. നമുക്ക് വഴികളായാലും കല്ലുകൾ, വലിയ വലിയ പാറകൾ, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. നടക്കാനായിട്ടൊരു നടപ്പാത പോലൊന്നുമില്ല, നമ്മളെ സാധാ നിരപ്പായ സ്ഥലങ്ങളൊന്നുമില്ല. കുറേ കല്ലുകൾ, അതിൻ്റെ മുകളിൽ കൂടെ കയറണം. പിന്നെ പാറയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടന്നു പോകുന്നത്. മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഇടുമ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. നമ്മൾ കുട്ടച്ചാത്തേക്ക് മുകളിലോട്ട് പോണ എല്ലാ സ്ഥലങ്ങളും ഇല്ല, എന്നാലും ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ തന്നെ കാണാണ്ട് സ്ഥലങ്ങൾ, കല്ലുകൾ. ഇങ്ങനെ കല്ലുകളൊക്കെയാണ് പല സ്ഥലത്തും ഇതുപോലെ തന്നെയാണ്. മുകളിലോട്ട് പോകും തോറും ഇങ്ങനത്തെ കല്ലുകളായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നടക്കാൻ അത്രയ്ക്ക് സുഖമില്ല, പക്ഷേ ഈ ക്ലൈമറ്റ് കൂടെയൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയും കൂടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ആകാംക്ഷയാണ് മുകളിലെന്താണെന്ന്. പിന്നെ നമുക്ക് അവിടേക്ക് എത്തിയോ എന്നൊക്കെ. പക്ഷേ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലോകമാണ്. ഈ കാണുന്ന ഇതൊന്നുമല്ല. അടിപൊളി സ്ഥലം തന്നെയാണ് നമുക്ക് അവിടേക്ക് പോകാനുള്ളത്. കുറേ പേരുണ്ട് കേട്ടോ, കുഞ്ഞി കുട്ടികളിനായിട്ടും പിന്നെ കുറച്ച് ഏജായ അച്ഛമ്മമാരിനൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു എങ്ങനെ ഇവരൊക്കെ അതിനെ കയറുകയാണ്. പക്ഷേ ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും മുകളിലോട്ട് കയറാൻ പറ്റി കേട്ടോ. പിന്നെ ആരും പൊതുവേ ഇവിടെ അധികം നേരം നിൽക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ജീപ്പിൽ വന്നതുകൊണ്ട് നമുക്ക് ജീപ്പിന് ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ആരും അവിടെ നിൽക്കാതെ. അപ്പോൾ മുകളിൽ കണ്ട് അത് കണ്ടതിന് ശേഷം താഴോട്ട് ഇറങ്ങി വരിക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ കൂടുതലായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെ നിൽക്കുന്നവർക്ക് നിൽക്കാം, പക്ഷേ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. വേറെ ഒന്നുമില്ല. പക്ഷേ അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, ഫുള്ള് പാറകളാണ്. നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. മുകളിലോട്ട് കയറും തോറും കോടമഞ്ഞിൻ്റെ കാഠിന്യം കൂടിയിട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയാട്ടോ. ഇപ്പോൾ മഴയൊന്നും പെയ്യുന്നില്ല. ഇതാ ആ ദൂരത്ത് കാണുന്നതാണ് ആദി ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞപീഠം. ഈ പീഠം കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചുറ്റോറും നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് തണുപ്പൊന്നും വല്ലാണ്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സർവജ്ഞപീഠത്തിൻ്റെ ചുറ്റോറും വലിയ പാറകൾ നിറഞ്ഞ കൊക്കകളാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ നമുക്ക് പേടിയായിരിക്കും. പക്ഷെ നല്ല കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ് നന്നായിട്ട് നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകൾ. ഇത്രയൊക്കെ സ്ഥലമാണ്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആദി ശങ്കരാചാര്യർ തപസ് ചെയ്ത പീഠത്തിനുള്ളിൽ ആ ചെറിയ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ചേരം ഇരുന്നു, ഏട്ടനും എല്ലാവരും കുറച്ചേരം ഇരുന്നു. ഇത് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും നല്ലൊരു ഫീലായിരുന്നു അവിടെ പോയപ്പോൾ. നമ്മൾ കുറച്ചേരം അമ്പലം ഒന്ന് വലം വെച്ചു, കുറച്ചേരം അവിടെ നിന്നുള്ളൂ. നമുക്ക് ടൈം ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല. നമുക്ക് പറഞ്ഞ സമയത്ത് ജീപ്പിൻ്റെ അടുത്തേക്ക് എത്തണം.
അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങുക ചെയ്തത്. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് വരികയൊക്കെ ചെയ്യാം. പിന്നെ മൂകാംബികയിൽ പോകുമ്പോൾ എന്തായാലും ഒന്ന് കുടച്ചാർത്തേക്ക് ഒന്ന് വന്ന് നോക്കിക്കോളൂ. പൈസ പോണത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഓഫ് റോഡും പിന്നെ ഇത്രയും നല്ലൊരു കാഴ്ചകളും ഒക്കെ കാണാൻ നന്നായിരിക്കും. ഇതോടെ നമ്മുടെ മൂകാംബികത്തെയും കുടച്ചാർത്തേയും വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് വീഡിയോ ആയിട്ട് ഇതിൻ്റെ പുറകെ വരാം. അപ്പോൾ എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.